ഹാരിസൺ ഭൂമി വിഷയത്തിൽ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ. ഹാരിസണിന്റെയും ഭൂമി മറിച്ചുവിറ്റവരുടെയും മറ്റ് വൻകിട കുത്തകകളുടെയും പേരിൽ ഭൂമി മറിച്ചു കൊടുക്കുന്ന നയമാണ് സർക്കാരിൻ്റേത്. കേസിൽ സർക്കാർ സ്വയം തോറ്റുകൊടുക്കുകയാണുണ്ടായത്. ഇപ്പോൾ അവരുടെ അവകാശം അംഗീകരിച്ചു കൊടുക്കുന്ന തെറ്റായ നടപടി മന്ത്രിസഭയുടെ പരിഗണനയിലുമാണ്. എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികളുടെ അമ്മമാരോടൊപ്പം സാമൂഹ്യ പ്രവർത്തക ദയാഭായ് നടത്തുന്ന നിരാഹാര സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5.5 ലക്ഷത്തോളം വരുന്ന ടാറ്റയുടെയും ഹാരിസന്റെയും എവിടിയുടെയും അതുപോലെ തന്നെയുള്ള വൻ കുത്തകകളുടെ കയ്യിൽ നിയമവിരുദ്ധമായി അവർ കൈവശം വെച്ചിട്ടുള്ള നിരവധി കമ്മീഷനുകൾ, അവർ നിയമവിരുദ്ധമായി തെറ്റായ രേഖകൾ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ കൈവശം വെച്ചതായി പറയുന്ന നിരവധി കമ്മീഷനുകൾ, നിവേദിത പി കരൻ കമ്മീഷൻ, ജസ്റ്റിസ് മനോഹരൻ കമ്മീഷൻ, അതുപോലെ തന്നെ രാജമാണിക്യം റിപ്പോർട്ട്, അതേ രീതിയിൽ തന്നെ വിജിലൻസ് ഇൻവെസ്റ്റിഗേഷൻ, അതേ രീതിയിൽ ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ, ഇതൊക്കെ ഇവർ കൈവശം വെച്ച ഭൂമി അനധികൃതമാണ്, നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉയർത്തിപ്പിടിച്ച് കോടതിയിൽ നേരത്തെ ഉള്ള സിംഗിൾ ബെഞ്ച് വിധിയുണ്ട്. അതിനുശേഷം ഡിവിഷൻ ബെഞ്ച് വന്നപ്പോൾ ഇതൊന്നും അവിടെ വേണ്ട പോലെ ഫലപ്രദമായി അവതരിപ്പിക്കാതെ അവിടെ തോറ്റുകൊടുത്ത സർക്കാർ ഇപ്പോൾ ഇതാ പിൻവാതിലിൽ കൂടി ഹാരിസന്റെ നിയമവിരുദ്ധമായ ഭൂമിയും അവർ മറിച്ചു വിറ്റ ഭൂമിയുണ്ട്. അതിനെ കോടതിയുടെ ഉത്തരവുണ്ടാക്കി അവിടെയും സർക്കാർ തോറ്റുകൊടുത്തു. അപ്പീൽ പോകുന്നില്ല. ഇപ്പോൾ അവരുടെ കരം സ്വീകരിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നു. കരം സ്വീകരിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? നിയമവിരുദ്ധമായ ഈ ഭൂമിയുടെ അവകാശം, ഉടമസ്ഥാവകാശം അംഗീകരിക്കുകയാണ്. ഹാരിസന്റെ മാത്രമല്ല, അവർ മറിച്ചുവിറ്റവരുടെ മാത്രമല്ല, ടാറ്റയുടെയും എവിടിയുടെയും 5.5 ലക്ഷത്തോളം വരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം വൻകിട കുത്തകകൾക്ക് സ്ഥാപിച്ചു കൊടുക്കുന്ന തെറ്റായൊരു നടപടി മന്ത്രിസഭയുടെ പരിഗണനയിലാണ്. സമ്പന്ന ശക്തികൾക്ക് വേണ്ടി ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ, കേരളത്തിന്റെ വലിയ സമ്പത്താണ് കൊള്ള ചെയ്യാൻ പോകുന്നത്. ഏറ്റവും വലിയ ജനവഞ്ചനയാണ് നടക്കാൻ പോകുന്നത്. ഈ തരത്തിൽ നമ്മുടെ സമ്പത്ത് കുത്തകകൾക്ക് എഴുതി കൊടുക്കാൻ ശ്രമിക്കുന്ന, അതിന് യാതൊരു തടസ്സവും പറയാത്ത ആ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സർക്കാർ പാവപ്പെട്ട അമ്മമാരുടെ ആവശ്യങ്ങൾ, അവർക്ക് ചികിത്സ വേണം, കുട്ടികൾക്ക് ചികിത്സ വേണം, അവർക്ക് പെൻഷൻ വേണം, അവർക്ക് ജോലി വേണം, സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം. അതുപോലെ തന്നെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ വലിയ വ്യഗ്രത കാണിക്കുന്നുണ്ടല്ലോ സർക്കാർ. ഇപ്പോ ഒരുപാട് വിധികൾ അട്ടിമറിക്കാൻ ശ്രമിച്ച സർക്കാർ തന്നെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ